നമസ്കാരം. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ശ്രീകൃഷ്ണ ദർശനം ചാനലിൻ്റെ ആദ്യ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് എൻ്റെ പുതിയ ചാനലാണ്. പ്രേക്ഷകരെല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇന്ന് പറയുവാൻ പോകുന്നത്, നമ്മൾ എല്ലാവരും വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം സൂക്ഷിക്കുന്നവരാണ്. വിളക്ക് തെളിയിക്കാനും വിഷുവിന് കണി കാണാനും ഒക്കെയായിട്ട് നമ്മൾ ശ്രീകൃഷ്ണ വിഗ്രഹവും ചിത്രവുമെല്ലാം വീട്ടിൽ വാങ്ങി സൂക്ഷിക്കാറുണ്ട്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗുണത്തിന് പകരം ദോഷമായിരിക്കും നമുക്ക് വന്നു ചേരുക. അതായത്, ഞാനീ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഗുണമെന്ന് കരുതും. പക്ഷെ വീടിനും കുടുംബത്തിനും വ്യക്തിക്കും ദോഷകരമായി മാറും. അപ്പോൾ എന്തൊക്കെയാണ് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇടം ഏതാണ്? ഈ കാര്യങ്ങളൊക്കെയാണ് ആദ്യ അധ്യായത്തിൽ പറയുവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ദോഷം, എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന്. ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ, ശ്രീകൃഷ്ണ വിഗ്രഹമല്ല, ഏത് വിഗ്രഹം വീട്ടിൽ വാങ്ങിവെച്ചാലും ഞാനീ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഇരട്ടി ദോഷമാണ്. നമ്മൾ ഗുണമെന്ന് കരുതും, പക്ഷെ ആ വിഗ്രഹം നമ്മൾക്ക് നൽകുന്നത് ദോഷമായിരിക്കും. രണ്ട് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അത് ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത്, ആ വിഗ്രഹത്തിനോ ചിത്രത്തിനോ പൊട്ടലോ വിള്ളലോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി എത്ര മനോഹരമായ ചിത്രം അല്ലെ വിഗ്രഹം ആണ് എന്നിരിക്കലും പൊട്ടലുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല, മറിച്ച് ദോഷം മാത്രമായിരിക്കും കുടുംബത്തിനുണ്ടാവുക. അത് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഒന്നാമത്തേത്, പൊട്ടലോ വിള്ളലോ ഉള്ള വിഗ്രഹമാണെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റുക. അത് ഇരിക്കും തോറും ദുരിതമായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തേത്, പൊടി പിടിച്ച് അഴുക്ക് പിടിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ ഒരിക്കലെങ്കിലും അത് തുടച്ച് വൃത്തിയാക്കി അഴുക്കും പൊടിയും ഒന്നുമില്ലാതെ വൃത്തിയാക്കി വെക്കണം എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചു മാത്രമേ ഏതൊരു വിഗ്രഹവും, അത് ശ്രീകൃഷ്ണ വിഗ്രഹമെന്നല്ല, ഏതൊരു വിഗ്രഹവും വീട്ടിൽ വെക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇത് പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ വിഗ്രഹം വീട്ടിൽ വെച്ചിട്ട് അർത്ഥമുള്ളൂ, അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഒന്നാമതായിട്ട് എല്ലാവരോടും പറയാനുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, എപ്പോഴും ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുന്ന സമയത്ത് ഒന്നുകിൽ കിഴക്കോട്ട് മുഖം തിരിച്ചു വെക്കുക, അല്ലെങ്കിൽ വടക്കോട്ട് മുഖം തിരിച്ചു വെക്കുക. ഈ രണ്ട് ദിശയിലേക്ക് വേണം മുഖം തിരിച്ചു വെക്കുവാൻ ആയിട്ട്. തെക്കോട്ട് ഒരു കാരണവശാലും വെക്കുവാൻ പാടില്ല, പടിഞ്ഞാറോട്ട് അത്രയും ശുഭമല്ല. അപ്പോൾ എപ്പോഴും കിഴക്കോട്ടോ വടക്കോട്ടോ മുഖം തിരിഞ്ഞ് ഇരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് പറയുന്നത്. ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ കിഴക്കോട്ട് മുഖം തിരിയുന്ന രീതിയിൽ വേണം ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിൽ വെക്കുവാൻ. ഇനി കിഴക്കോട്ട് വെക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ മാത്രം വടക്കോട്ട് വെക്കുക. അതല്ലാതെ മറ്റ് രണ്ട് വശങ്ങളിലേക്കും വെക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. പൂജാമുറിയിൽ വയ്ക്കാം, നിങ്ങളുടെ വീടിൻ്റെ ഹാളിൽ വെക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ ഒരിക്കലും ബെഡ്റൂം അല്ലെങ്കിൽ കിടപ്പുമുറി അല്ലെങ്കിൽ കിച്ചൺ എന്നിവിടങ്ങളിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. ചിലർ ഭക്തി കൂടിയിട്ട് ബെഡ്റൂമിലൊക്കെ കൊണ്ടുവയ്ക്കും. അതൊരിക്കലും ചെയ്യരുത്. കിടപ്പുമുറിയിലോ കിച്ചണിലോ ഒന്നും ഒരിക്കലും ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാൻ പാടില്ല. ഒന്നുകിൽ പൂജാമുറി അല്ലെങ്കിൽ വീടിൻ്റെ ഹാൾ, ആ ഹാളിൽ വെക്കുന്നതിൽ തെറ്റില്ല. ഇനി ഇത് വെക്കുന്ന സമയത്ത് ഒരിക്കലും വെറും തറയിൽ വെക്കരുത്. ഒരു പീഠമോ അതിന് പറ്റിയ ഒരു സ്റ്റാൻഡോ ഉണ്ടാക്കി അതിൽ വേണം വെക്കേണ്ടത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. വെറും നിലത്ത് വെക്കുവാൻ പാടില്ല. ഇനി പീഠമോ സ്റ്റാൻഡോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു മഞ്ഞപ്പട്ടുണ്ടല്ലോ, നമ്മൾ ക്ഷേത്രത്തിലൊക്കെ അല്ലെങ്കിൽ പൂജാ സ്റ്റാളിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ മഞ്ഞപ്പട്ട് വാങ്ങിക്കൊണ്ട് വന്ന് മടക്കി അത് അവിടെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വേണം ഏറ്റവും കുറഞ്ഞത് ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുവാൻ. ഒരു കാരണവശാലും വെറും നിലത്ത് വെറും തറയിൽ വയ്ക്കുവാനുള്ളതല്ല ശ്രീകൃഷ്ണ വിഗ്രഹം എന്നുള്ളത്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. അത് പൂജാമുറിയിലല്ല, എവിടെ വെച്ചാലും ഒന്നുകിൽ ഒരു പീഠം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു മഞ്ഞ പട്ട് വിരിച്ച് അതിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ബെഡ്റൂം, കിച്ചൺ, ആഹാരം കഴിക്കുന്ന ഡൈനിങ് മുറി
ഇവിടങ്ങളിലൊന്നും വയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. ഇനി ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ വീടിൻ്റെ ഈശാന കോൺ ആണ്. എന്താണ് ഈശാന കോൺ? അതായത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല. ആ വടക്ക് കിഴക്കേ മൂലയ്ക്ക് വിഗ്രഹം വയ്ക്കാനുള്ള സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വയ്ക്കുക. അതാണ് ഏറ്റവും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ വീടിൻ്റെ വടക്ക് കിഴക്ക് പൂജാമുറിയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്ഥാനമാണ് ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം, ഏറ്റവും ഉത്തമമായ സ്ഥലം. അവരാണ് ഏറ്റവും ഐശ്വര്യമുള്ളവർ. വടക്ക് കിഴക്കേ മൂലയ്ക്ക് പൂജാമുറി വരുന്നവർ ആ പൂജാമുറിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ സർവ്വ ഐശ്വര്യവും സകല സമ്പത്തും വന്നു ചേരും, ഈശ്വരാനുഗ്രഹവും ഉണ്ടാവും, സർവ്വ ഐശ്വര്യമായിരിക്കും ഫലം. അപ്പോൾ വിഗ്രഹം വയ്ക്കുവാൻ ഏറ്റവും നല്ല സ്ഥാനം വടക്ക് കിഴക്കാണ്. അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ള സ്ഥലങ്ങളിൽ വയ്ക്കാം. അപ്പോൾ എപ്പോഴും ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുന്നവർ ആ വിഗ്രഹം നമ്മുടെ തലയ്ക്ക് മുകളിൽ വയ്ക്കാത്ത രീതിയിൽ സൂക്ഷിക്കണം. ചിലരുണ്ട് എത്തി വലിഞ്ഞ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ തലയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മുടെ മുഖ ലെവലിൽ താഴെ മാത്രമേ ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ എത്തി നോക്കുന്ന കണക്ക് അത്രയും ഉയരത്തിൽ വയ്ക്കാൻ പാടില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഒന്നുകിൽ നമ്മളുടെ തലയുടെ ലെവലിൽ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ തോളിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ വേണം വിഗ്രഹം വയ്ക്കാൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് ഈ വിഗ്രഹം വയ്ക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകും. പക്ഷെ ഭഗവാന്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടി മഞ്ചാടിക്കുരു, പുല്ലാങ്കുഴൽ, മയിൽപീലി, മഞ്ഞപ്പട്ട്, കുന്നിക്കുരു ഇതൊക്കെ ഭഗവാന് വെച്ചു കൊടുക്കണം. ഒരു മഞ്ഞപ്പട്ട് വാങ്ങിക്കൊണ്ട് വന്ന് ഭഗവാനെ പുതപ്പിച്ച് നിർത്തുന്നതും ഏറ്റവും ഐശ്വര്യമാണ്. മഞ്ഞപ്പട്ട് പുതച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട ദിവസവും സന്ധ്യയ്ക്ക് തൊഴുന്നത് ആ വീട്ടിൽ ധനാഗമം കൊണ്ടുവരും, പണത്തിന് മുട്ടുണ്ടാകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വീട്ടിൽ വിഗ്രഹമൊക്കെ ഉള്ളവർ ഒരു മഞ്ഞപ്പട്ട് കൊണ്ടുവന്ന് ഭഗവാനെ ചുറ്റി ദിവസവും സന്ധ്യയ്ക്ക് ആ മഞ്ഞപ്പട്ട് ചാർത്തിയ ഭഗവാന്റെ മുന്നിൽ ആണ് വിളക്ക് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യദായകമാണ്, ഏറ്റവും നല്ലതാണ്. ഇനി നിങ്ങളുടെ വീട്ടിലെ കൃഷ്ണൻ പുല്ലാങ്കുഴൽ എന്ന് നിൽക്കുന്ന കൃഷ്ണനാണ് എന്നുണ്ടെങ്കിൽ തനിയെ നിങ്ങൾ അതിൻ്റെ അവിടെ വെക്കാൻ വേണ്ടി പുല്ലാങ്കുഴൽ നിങ്ങൾ വാങ്ങിക്കൊണ്ട് വരേണ്ട കാര്യമില്ല. അപ്പോൾ പുല്ലാങ്കുഴൽ ഏന്ത് നിൽക്കുന്ന കണ്ണനാണ് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വസ്തുക്കൾ മാത്രം ഒരു താലത്തിൽ മഞ്ചാടിക്കുരു, ഒരു താലത്തിൽ കുന്നിക്കുരു, പുല്ലാങ്കുഴൽ ഉള്ള കൃഷ്ണനാണെങ്കിൽ വേണ്ട, പുല്ലാങ്കുഴൽ ഇല്ലാത്ത കൃഷ്ണനാണെങ്കിൽ പുല്ലാങ്കുഴൽ, മയിൽപീലി, ഭഗവാന്റെ തിരുമുടിയിൽ ചാർത്താനുള്ള മയിൽപീലി, ഇതൊക്കെ വെക്കുന്നത് ഏറ്റവും ശുഭകരമാണ്, ഏറ്റവും ഐശ്വര്യദായകമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഏതെങ്കിലും തെറ്റായ രീതിയിലാണ് ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ചിട്ടുള്ളതെങ്കിൽ അത് ഇന്ന് തന്നെ അത് മാറ്റുക. അപ്പോൾ ഇത് മനസ്സിലാക്കാനാണ് ഈ അധ്യായം ഇവിടെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഈ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.